ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും YAB വ്ളോഗ്സിലേക്ക് സ്വാഗതം. എമൻസൂയിലെ സെക്കൻഡ് എപ്പിസോഡാണ് ഞാൻ പറയുന്നത്. കവാടത്തിന് മുമ്പിൽ തന്നെ നമ്മൾ കാണുന്നത് 2 കഴുതകളെയാണ്. കവാടം കടന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറിയാൽ കാണുന്നത് ഇങ്ങനെയുള്ള 3 ജീവിയെയാണ്. മേശപ്പുറത്ത് കാണാം. ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല, കമൻറ്റ് ചെയ്യൂ. അതിനുശേഷം നമ്മൾ ഉള്ളിൽ കയറിയാൽ കാണുന്നത് ഇങ്ങനെ ആടുകളെയാണ്. ആടുകൾ കൂട്ടമായിട്ട് ഇങ്ങനെ കിടന്നിരിക്കുന്നതാണ്. ആടുകളെ കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. യാഷ്നി അതിലൂടെയൊക്കെ നടന്നു കളിക്കുന്നുണ്ട്. ആടുകൾ നമ്മളെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവ നല്ല മെരുക്കമുള്ള ആടുകളാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് നടന്നു പോകുമ്പോൾ കാണുന്നത് കോഴികളെയാണ്. നാടൻ കോഴിയാണോ വിദേശിയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അവ നല്ല രീതിയിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. യാഷയൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള മണൽക്കൂനകളുടെ ഇടയിൽ ധാരാളം ജീവികളാണ്. ഇവനെ കണ്ടോ? ഇവൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യൂ. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഹിപ്പോപ്പൊട്ടാമസിനെയാണ്. അവിടെ ഒരാൾ കുളിക്കുന്നുണ്ട്, ഒരാൾ അതിൻ്റെ കരയിലൂടെ നടന്നു പോകുന്നുണ്ട്, മറ്റൊരാൾ അങ്ങേ ലാസ്റ്റ് ഭാഗത്ത് നിന്നും കളിക്കുന്നുണ്ട്. പിന്നെ നടന്നു പോകുമ്പോൾ കാണുന്നത് നമ്മൾ കങ്കാരുവിനെയാണ്. ഞാൻ സൂം ചെയ്യാം. അപ്പോൾ കങ്കാരുവിൻ്റെ അടുത്തേക്ക് യാഷ്നി പോകാൻ നോക്കിയാണ് നമ്മൾ പിടിച്ചിങ്ങോണ്ട് വന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നപ്പോഴാണ് നമ്മൾ വെള്ളച്ചാട്ടം കാണുന്നത്. വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മനോഹരമായ ഇങ്ങനെ ഒരു കാഴ്ചയാണ് കാണുന്നത്. ധാരാളം മത്സ്യങ്ങളും ഒരു കടലാമയും എല്ലാം നമുക്കവിടെ കാണാം. നമ്മൾ അവിടെ ഒരു പുഴയുടെ നടുവിലൊക്കെ എത്തിയ ഒരു ഫീലാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. നമ്മൾ അതും കണ്ട് ഒരു തടിപ്പാലത്തിലൂടെ മുന്നോട്ടേക്ക് പോയി. അതായത് ഈ തടിപ്പാലം മറ്റൊരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യുകയാണ്. വെള്ളത്തിലൂടെയുള്ളൊരു പാതയാണിത്. ആളുകളൊക്കെ അതിലൂടെ പോകുന്നുണ്ട്. നമ്മളിങ്ങനെ തടിപ്പാലത്തിലൂടെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് അവിടെ സിംഹത്തിൻ്റെ മട കണ്ടത്. സിംഹത്തിനെ നോക്കുകയാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം. അവിടെ സിംഹരാജൻ അവിടെ ഒറ്റയ്ക്കിരിപ്പുണ്ട്. അപ്പോൾ ബാക്കി സിംഹങ്ങൾ എവിടെ? അപ്പോൾ സിംഹത്തിൻ്റെ മട കണ്ടു. ഇനി മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം സിംഹക്കൂട്ടങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അവിടെ സിംഹം ഇരുന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ അതിൻ്റെ എതിർവശത്തായിട്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ബസ് കാണാം. ബസ് ആളുകളെയൊക്കെ വലിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. നിരനിരയായ ആളുകൾ ഇരുന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളൊക്കെ കുറച്ച് അടുത്ത് കാണാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ളൊരു ബസ്സാണത്. അങ്ങനെ യാഷ്നി നമ്മളും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ക്യൂ ഒക്കെ നിന്ന് ആ ബസ്സിൽ കയറി യാത്ര തുടരുന്നു. മൃഗങ്ങളെയൊക്കെ നമ്മൾക്കും അടുത്ത് കാണണം. അപ്പോൾ നമ്മളും യാത്ര തുടർന്നു. അങ്ങനെ കുറേ സീബ്രകളെ അവിടെ കാണാം. സീബ്രകൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുറേ സീബ്രകളുണ്ട്. സീബ്രകളെ അടുത്ത് കാണാൻ തന്നെ നല്ല രസമാണ്. കുറേ മാനുകളെ കാണാം. ഇവയൊക്കെ മിക്സ്ഡ് ആയിട്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പുഴ കടന്നിട്ട് അപ്പുറത്തെ ഭാഗം ചെല്ലണം. അവിടെ ഒരു പോത്ത് പോലെയുള്ള ഒരു സാധനമുണ്ട്. നേരത്തെ കണ്ട സ്ഥലമാണത്. ഹിപ്പോപ്പൊട്ടാമസ് വെള്ളം കുടിക്കുന്നു. ഹിപ്പോപ്പൊട്ടാമസും സീബ്രകളും മാനും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ. ഇനിയാണ് നമ്മൾ ഒരു കാഴ്ച കാണാൻ പോകുന്നത്. ഈ പാറയുടെ അടുത്ത വശം നമുക്ക് കാണാം. നോക്കൂ, എല്ലാവരും ആകാംക്ഷ പോലെ ഇരിക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മൃഗമാണ്. ഇതാണ് ഒട്ടകം. ഒട്ടകത്തിനൊക്കെ നെതർലാൻഡ്സിലൊക്കെ കാണുമെന്ന് പറയുന്നത് തന്നെ ഒരു അപൂർവമായ ഒരു കാഴ്ചയാണ്. പിന്നീട് ഒരു പൊട്ടിയ പോലെയുള്ളൊരു ട്രെയിന് കാണാം. ഇതിൻ്റെ ഉള്ളിലൂടെ യാത്രക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെയും കുറേ മാനുകളാണ് ഉള്ളത്. മാനുകളുണ്ട്. അതിൻ്റെ ഇടയിൽ വേറൊരു ജീവിയുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവരെ ഭക്ഷണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെയും നമ്മൾ വണ്ടി മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഇനി അടുത്ത അതിമനോഹരമായ കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. ഒരാൾ ആ ഗേറ്റിൻ്റെ അകത്തൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. പുറത്തൊന്നും കാണാൻ പറ്റാതെ വിഷമത്തിലാണ് മൂപ്പരുടെ നിൽപ്പ്. എത്ര ജിറാഫുകളാണ് ഇവിടെ നിൽക്കുന്നത്. ഹലോ. അപ്പോൾ ജിറാഫ് എന്തൊക്കെയോ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. ജിറാഫ് നമ്മളെയൊക്കെ നോക്കി എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
1 2 3 4 5 6 7 ജിറാഫുകളാണ് അവിടെയുള്ളത്. പിന്നീട് നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ കണ്ടതാണ് ഇങ്ങനെയുള്ള കുരങ്ങിൻ കൂട്ടം. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ നമ്മളെ ആക്രമിക്കാനൊന്നും വരുന്നില്ല. ആ ഒരു സ്ഥലത്ത് നിന്ന് മാത്രമാണ് ഇവർ കളിക്കുന്നത്. പിന്നെ അപ്രതീക്ഷിതമായി യാദൃശ്ചികമായും കണ്ട ഒരു സാധനമാണ് പെൻഗ്വിൻ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവർ നല്ല മെരുക്കമുള്ള ജീവികളാണ്. കണ്ടോ, ഒരു 2 വശങ്ങളിലാണ് പെൻഗ്വിനെ ക്രമീകരിച്ചിരിക്കുന്നത്. 2 ടീമായിട്ടിരിക്കുന്നുണ്ട്, സിംഗിളായിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു പെൻഗ്വിനെ കാണാൻ. പിന്നെ നമ്മൾ കണ്ടതാണ് ഈ വെള്ള കളറുള്ള മൂങ്ങയെ. വെള്ള കളർ മാത്രമല്ല, വെള്ളയും കറുപ്പും മിക്സ്ഡ് കളറായിട്ടുള്ള വേറൊരു മൂങ്ങയുണ്ട്. അതേപോലെ തന്നെ മിക്സ്ഡ് കളറായിട്ടുള്ള വേറൊരു മൂങ്ങയുണ്ട്. പിന്നെ നമ്മൾ നീർനായയെ കാണാം. ഇവ നീർനായയുടെ ഷോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വിശ്രമിക്കുകയാണ്. ആ വെള്ളം കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ് ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നീട് മുന്നോട്ട് പോയപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിയ ട്രെയിനും കണ്ടു, അവിടെ എമുവിനെയും കണ്ടു, വേറൊരു തരത്തിലുള്ള മാനിനെയും അവിടെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ കാഴ്ചകളൊക്കെ കടന്ന് നമ്മൾ പുറത്തേക്ക് വന്നപ്പോഴാണ് കുട്ടികളുടെ ഒരു ഷോ കണ്ടത്. നമ്മളും കുറച്ച് നേരം ആടിയിരുന്നു കളിച്ചു, പിന്നെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ എൻ്റെ ഈ യമൻ സൂയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.